ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരുടെ സുഖത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരോട് മുന്നേ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്ത 3 കാര്യങ്ങളെക്കുറിച്ചാണ്. അതിലാദ്യത്തേതെന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ, അതായത് ഒരു വീടിൻ്റെ കാര്യം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഒരു വീട് വയ്ക്കണമെന്നുള്ള നമ്മുടെ വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു വീട് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്ലാൻസും നമ്മുടെ പരിശ്രമങ്ങളും ഒക്കെ വീട് വെച്ച് പൂർത്തിയാവുന്നതിന് മുന്നേ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പലതാണ്. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മളെടുക്കുന്ന സെൻസിലായിരിക്കില്ല മറ്റുള്ളവരതിനെ വിലയിരുത്തുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്നത്. അത് എങ്ങനെയായാലും പല കാര്യങ്ങളും ഞാൻ എൻ്റെ പ്ലാനിങ് മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും നടക്കാതെ പോയിട്ടുണ്ട്. അതിനി മക്കളുടെ ഒരു പഠിത്തമാണെങ്കിലും ശരി, ഹയർ സ്റ്റഡീസിന് പോകുന്ന കാര്യമായാലും ശരി, അല്ല നമ്മുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ചില ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യമായാലും ശരി, നമ്മുടെ പ്ലാൻസ് അത് നമ്മൾ മറ്റുള്ളവരുമായി കാര്യം നടക്കുന്നതിന് മുന്നേ ഷെയർ ചെയ്താൽ നടക്കില്ല എന്നുള്ളൊരു അനുഭവം എനിക്കുണ്ട്. അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. പലർക്കും പല അനുഭവങ്ങളായിരിക്കും, വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത് കേട്ടോ ഫ്രണ്ട്സ്. അതെനിക്കൊരു വലിയ പ്രചോദനമാണ്. കാരണം എനിക്കും അറിയാൻ കഴിയുമല്ലോ നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സൊക്കെ. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീക്ക്നെസ്സസിനെ കുറിച്ച്, അതായത് നമ്മുടെ ദൗർബല്യങ്ങളില്ലാത്ത മനുഷ്യരാരും തന്നെ ഇല്ല. പക്ഷെ നമുക്കുള്ള ദൗർബല്യങ്ങൾ നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിനോട് പോലും ഷെയർ ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് വരും. അതായത് നമ്മൾ ചില സന്ദർഭങ്ങളിൽ അവർ നമുക്കെതിരെ ഇത് തിരിച്ചു പ്രയോഗിക്കാനുള്ള സാധ്യതകൾ 100-ൽ എൻ്റെ അനുഭവത്തിൽ 95% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും അത് മറ്റുള്ളവരോട് ഏറ്റവും വേണ്ടപ്പെട്ട ആരോടെങ്കിലും അല്ലാതെ കോമണായി നമ്മൾ നമ്മുടെ ദൗർബല്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി റിലേറ്റബിൾ ആണെങ്കിൽ അത് തീർച്ചയായും അറിയിക്കുക. ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. ഓക്കെ, അപ്പം പിന്നെ ഇനി ഒരു കാര്യം എന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ വിജയങ്ങൾ, അതായത് നമ്മളിങ്ങനെ പറഞ്ഞ് നടക്കാറുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ കാറ് വാങ്ങി, അല്ലെങ്കിൽ ഞാൻ പുതിയ വീട് വച്ചു, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ നേട്ടം നമ്മളിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച്, അതായത് ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മളൊരു ഷോ ഓഫ് എന്നുള്ള രീതിക്ക് നമ്മൾ കാര്യങ്ങൾ മറ്റുള്ളവരുമായി കൂടുതൽ പറഞ്ഞ് നടക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഷോ ഓഫ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ഷോ ഓഫ് ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് വൻ നഷ്ടത്തിൽ പോയി അവസാനിച്ചിരിക്കുന്ന സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഒരു താൽക്കാലിക സുഖം മാത്രമാണ്. നമ്മൾ മറ്റുള്ളവരോട് ഞാൻ ഇത് നേടി, അല്ലെങ്കിൽ ഞാനിത് അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെ ഇൻസ്പിറേഷനായി കാണുന്ന ആൾക്കാരിൽ കൂടുതൽ അതിനെ നമ്മുടെ നേട്ടങ്ങൾ നമുക്ക് പിന്നീട് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വളരെ പെട്ടെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. എണ്ണി പറയാനുള്ള കാരണങ്ങളുണ്ട്. അത് വിശദീകരിച്ച് ഈ വീഡിയോയ്ക്ക് വരുന്ന നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷം എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ അത്തരത്തിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ എന്ന് ഞാൻ എന്ന് വിചാരിച്ച് ആരോടും പറയേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. കോമണായി എല്ലാവരോടും പറഞ്ഞ് അത് വിപുലീകരിക്കേണ്ട കാര്യമില്ല എന്നെൻ്റെ പേഴ്സണൽ, അതായത് നമ്മുടെ വിജയങ്ങൾ പോലും നമുക്കുള്ളിൽ ഒതുക്കിയാൽ മതി. അത് കൂടുതലായിട്ട് അങ്ങ് ഷോ ഓഫ് ചെയ്യണം എന്ന് ഇല്ല. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളപ്പോൾ നമുക്കത് കുറച്ചൊക്കെ, സോഷ്യൽ മീഡിയയിലുള്ളവരെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണ്, നമ്മളെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അവർ മിക്കവാറും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എല്ലാവരും, സോഷ്യൽ മീഡിയയിലുള്ളവരല്ലേ. ഈവൻ നെഗറ്റീവ് കമൻറ്റ്സ് അയക്കുന്നവർ പോലും അവരുടെ ലൈക്കും ഷെയറും അതുപോലെ തന്നെ കമൻസും ഒക്കെ, അത് മോശമോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയാലും അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്
നമുക്ക് യൂട്യൂബിൽ വരുന്നത്. ഞാൻ അത്തരത്തിലല്ല പറഞ്ഞത്. നമ്മളെന്നും സഹകരിക്കുന്ന ആൾക്കാർക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ ഒക്കെ നമ്മൾ ഇത്തരം നമ്മുടെ വിജയങ്ങൾ കൂടുതൽ കൊട്ടിഘോഷിക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 3 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിന് ഒരു ശാന്തി, സമാധാനവും അതുപോലെ നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വേഗം നടന്നെടുക്കുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച 3 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും സ്നേഹം മാത്രം. ലവ് യു ആൾ.